ഒന്നാമതായി എബ്രായർ 2:1 നമ്മോട് പറയുന്നു, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. രണ്ടാമതായി സങ്കീർത്തനം 23:2 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ കർത്താവ് നമ്മെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലോകത്തിന്റെ ഒഴുക്കിൽ നാം ഒലിച്ചു പോയേക്കാം. എന്നാൽ ദൈവജനത്തിൽ നങ്കൂരമിട്ട് ജീവിച്ചാൽ കർത്താവ് നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് വഴി നടത്തും എന്ന വലിയൊരു സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവജനം പ്രകാരമാണ്, ഭോഷന്മാർ വഴിതെറ്റിപ്പോകും, ജ്ഞാനികളോ തങ്ങളുടെ വഴി സൂക്ഷിച്ചറിയും. സദൃശവാക്യം 14:16 ബൈബിളിലെ പത്രോസ് അപ്പോസ്തലന്റെ ഒരു അനുഭവം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. കർത്താവിന്റെ കൽപ്പന കേട്ട് അവൻ വെള്ളത്തിനുമീതെ നടക്കാൻ തുടങ്ങി. എന്നാൽ വചനത്തിലുള്ള ശ്രദ്ധ മാറി ചുറ്റുമുള്ള കാറ്റിലേക്കും തിരമാലകളിലേക്കും നോക്കിയപ്പോൾ അവൻ ഭയന്ന് ഒഴുകിപ്പോകാൻ അഥവാ താഴ്ന്നു പോകാൻ തുടങ്ങി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ യേശു അവന്റെ കൈ പിടിച്ച് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. കർത്താവ് അവനെ വീണ്ടും ആത്മീയമായ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നയിച്ചു. ദൈവജനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറുമ്പോൾ നാം ഉലഞ്ഞു പോകുമെന്നും കർത്താവിൽ ആശ്രയിക്കുമ്പോൾ സമാധാനം ലഭിക്കുമെന്നും പത്രോസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ ഒഴുക്കിനൊപ്പം നീന്താൻ ആർക്കും കഴിയും. എന്നാൽ വചനത്തിൽ ഉറച്ചു നിന്ന് ഒഴുക്കിനെതിരെ നിൽക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ദൈവം തരുന്ന സ്വസ്ഥത സാഹചര്യങ്ങൾ ശാന്തമാകുമ്പോൾ ലഭിക്കുന്നതല്ല, മറിച്ച് വലിയ കൊടുങ്കാറ്റുകൾക്കിടയിലും കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. എൻ്റെ ഉപദേശം ഇതാണ്, ലോകത്തിന്റെ ആകർഷണങ്ങളിലും ആശങ്കകളിലും പെട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതം ഒഴുകിപ്പോകാൻ അനുവദിക്കരുത്. ദിവസവും കേൾക്കുന്ന ദൈവജനത്തെ ഹൃദയത്തിൽ അധികമായി ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുക. വചനമാകുന്ന പാറമേൽ നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിച്ച് നിർത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ലോകം എത്ര വലിയ അസ്വസ്ഥതകൾ തന്നാലും നല്ല ഇടയനായ യേശു നിങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലും സമാധാനത്തോടെ വഴി നടത്തും. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കും.